ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബ് വീഡിയോസിൽ കാർഡ് ടെംപ്ലേറ്റ്സ് എങ്ങനെ ആഡ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മുടെ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിലേക്ക് വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പോൾ വലതുഭാഗത്ത് നിങ്ങൾ കാണാം, മുകളിലായിട്ട് ഇങ്ങനെ ചെറിയൊരു വീഡിയോയുടെ ടൈറ്റിൽ അടക്കുന്ന ചെറിയൊരു ബോക്സ്, ചെറിയൊരു ലൈനായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളതിൽ ക്ലിക്ക് ചെയ്യുന്ന പക്ഷേ നമുക്ക് ആ വീഡിയോയിലേക്ക് ഡയറക്റ്റ് പോയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള കാർഡ്സാണ് നമ്മൾ വീഡിയോയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ കാർഡ് ആഡ് ചെയ്യുന്നതോടെ നമ്മളെ വീഡിയോസിന് കൂടുതൽ വ്യൂസ് എങ്ങനെ ലഭിക്കുന്നു, അതോടെ ഈ കാർഡ് എങ്ങനെ ആഡ് ചെയ്യാമെന്നും ഉള്ളതോടെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് വാച്ച് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ ചാനൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഗൂഗിൾ ക്രോം ബ്രൗസറിൽ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയുടെ ഡെസ്ക്ടോപ്പ് വേർഷൻ ഓപ്പൺ ചെയ്യുക. അതിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് വെച്ചിട്ട് സൈൻ ഇൻ ചെയ്തിട്ട് അതിനുശേഷം അപ്പോൾ ഇങ്ങനെ യൂട്യൂബ് സ്റ്റുഡിയോയുടെ ഹോം പേജ് ഇങ്ങനെ വരും. അപ്പോൾ അതിൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ അതിനുവേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. കാരണം അപ്പോൾ ആ വീഡിയോ വാച്ച് ചെയ്യുന്ന സമയത്ത്, കൂടുതൽ ആൾക്കാർ വാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലൂടെ വേറൊരു വീഡിയോ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഒരു വീഡിയോ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സെലക്ട് ചെയ്യുന്ന വീഡിയോയുടെ ആവറേജ് വാച്ച് ഡ്യൂറേഷൻ, അതായത് ഇപ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് ആ വീഡിയോ ആവറേജ് എത്ര കാണുന്നുള്ള ആ ടൈം നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. അതിൻ്റെ ആ ടൈമിൻ്റെ ഉള്ളിലായിട്ട് വേണം നമ്മൾ കാർഡ് അപ്ലൈ ചെയ്യാൻ. ആ ടൈമിൻ്റെ പുറത്തായിട്ട് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല. നമ്മളെ വ്യൂവേഴ്സ് ചിലപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യുന്ന പോകുന്ന സമയത്ത് ഈ കാർഡ് അവർ കാണില്ല. അപ്പോൾ അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഇങ്ങനത്തെ ഒരു പേജ് ഓപ്പൺ ആയിരിക്കും. ആ ഒരു പേജിൻ്റെ വലതുഭാഗത്ത് നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാം. എൻഡ് സ്ക്രീനിൽ കാണാം. അതിൻ്റെ താഴെയായിട്ട് കാണാം കാർഡ്സിൽ. അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു കാർഡ്സ് എന്ന് പറയുന്ന ഒരു പുതിയ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ആ ഒരു വിൻഡോയിൽ നമുക്ക് കാണാൻ പറ്റും വീഡിയോ, പ്ലേലിസ്റ്റ്, ചാനൽ. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും കാർഡായിട്ട് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോ സെലക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയുടെ വലതുഭാഗത്തുള്ള പ്ലസ് ബട്ടണിൽ ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസിൻ്റെ ലിസ്റ്റ് വരും. അതിൽ നമ്മൾ ഈ വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ തിരഞ്ഞെടുക്കും, നമ്മൾ വ്യൂസ് കൂട്ടാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കിതിൽ 3 ബോക്സുകൾ കാണാം. അപ്പോൾ ആദ്യം തന്നെ വീഡിയോയുടെ ടൈറ്റിലാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം ടൈറ്റിൽ ഷോർട്ടാക്കിയിട്ട് അത് നല്ല ഇമ്പ്രസ് ആവുന്ന രീതിയിലുള്ള ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ വ്യൂവേഴ്സ് അത് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യും. അവർക്ക് അതിൽ അട്രാക്റ്റ് ആയി കഴിഞ്ഞാൽ അപ്പോൾ ഇമ്പ്രസ് ആവുന്ന രീതിയിൽ ഒരു ടൈറ്റിൽ കൊടുക്കുക. അപ്പോൾ കാർഡ് കറക്റ്റ് ചെയ്ത ടൈമിലാണ് കൊടുക്കണം എന്നുള്ളത് നമ്മൾ ഇവിടെ ഈ കാണുന്ന ഈ ബോക്സിൽ നമ്മൾ ടൈം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആ ടൈമിലായിരിക്കും കാർഡ് ഇതിൽ വിസിബിളായിട്ട് വരിക. അപ്പോൾ ഉദാഹരണത്തിന് അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഈ വീഡിയോയുടെ ഏവറേജ് വാച്ച് ടൈം നമ്മൾ നോക്കണം. കാരണം നമുക്ക് അതുവരെ ആളുകൾ നമ്മളെ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടാകും, കൂടുതൽ ആളുകൾ. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ കാർഡ് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ കാർഡ് കൊണ്ട് ചിലപ്പോൾ മിസ്സാവില്ല, അത് ആളുകൾ പരമാവധി കാണും. അപ്പോൾ ഈ വീഡിയോക്ക് ഏകദേശം ഒരു 2 മിനിറ്റ് മാക്സിമം കൊടുക്കാം. 2 മിനിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 2 മിനിറ്റ് ആയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും ഒരു നീല കളർ കാണാൻ സാധിക്കുന്നത് അവിടെ, അതായത് വീഡിയോയുടെ 2 മിനിറ്റിൽ ഈ കാർഡ് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ സെലക്ട് ചെയ്ത റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇതിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വലതുഭാഗത്തായിട്ട് മുകളായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ സൈഡിലായിട്ട് ഇതേപോലെയാണ് നമ്മൾ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് വ്യൂവേഴ്സിനൊക്കെ കാണാൻ പറ്റുക. അപ്പോൾ അവർ ഇതിൽ ഈസി ആയിട്ട് ഇംപ്രഷനായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോസിന് ഓട്ടോമാറ്റിക്കായിട്ട് വ്യൂസ് കൂടും. അതിനുശേഷം നമുക്ക് ഈ കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എക്സിറ്റ് അടിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ഇതേപോലത്തെ ചെറിയ ടിപ്സുകൾ ഞാനെപ്പോഴും ഷെയർ ചെയ്യുന്നതായിരിക്കും.